ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ അനിയൻ്റെ വീടാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അവനൊരു ഷൂ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ മഞ്ചേരി പോയതായിരുന്നു. ആ കാണുന്ന പച്ച ഷൂ ആണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് വീട്ടിലെത്തിപ്പാടത് ഞാനും എൻ്റെ ഫാദറിലോയും കൂടെ പുതുതായിട്ട് തേച്ചിട്ടുള്ള നമ്മുടെ മതിലൊക്കെ പെയിൻ്റ് അടിക്കാൻ കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ള സോഫ. കൂടാതെ നമ്മുടെ പഴയ ഗ്യാസ് സ്റ്റവ് കേട് വന്നുകൊണ്ട് നമ്മൾ പുതിയൊരു ഗ്യാസ് സ്റ്റവ് വാങ്ങിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഡൈനിങ് ടേബിളിലേക്ക് 6 കസേരകളും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കെട്ടിയവനാണെങ്കിൽ വന്നപ്പോൾ തൊട്ട് ഓരോ പണിയിലാണ് കേട്ടോ. ആദ്യം നമ്മുടെ ഹാളിൽ കർട്ടൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ റൂം എസ്തെറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ഭാനുമോട് പറഞ്ഞ എന്തൊക്കെയോ സാധനങ്ങൾ ചുമരിൽ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉള്ളി അരിയാനുള്ള ഡ്യൂട്ടി കിട്ടിയിരിക്കുന്നത് കുഞ്ഞൂനാണ് കേട്ടോ. നമ്മൾ പുറത്തേക്ക് പുതിയൊരു അടുപ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. അതുപോലെ മറ്റേ അടുപ്പിൽ ചിക്കനും പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ റിലേറ്റീവ്സൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. കുട്ടിപ്പട്ടാൾ അവിടെ ഭയങ്കര കളിയിലാണ്. ഈ കാണുന്നത് എൻ്റെ മോളും ബീക്കും, പിന്നെ റിച്ചും ഇവാനിയാണ് കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ ചേച്ചി. നമ്മുടെ പുതിയ അയൺ ടേബിൾ അവിടെ സെറ്റ് ചെയ്തിരുന്നു. അവിടെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നതൊക്കെ ചേച്ചിയുടെ മക്കളും എൻ്റെ അനിയത്തിമാരും അങ്ങനെ എല്ലാവരും ആണ് കേട്ടോ. ഇതാണ് എൻ്റെ മാമൻ അവിടെ ഇരുന്ന് ചായ കുടിക്കുകയായിരുന്നു കേട്ടോ. കൂടെ അമ്മമ്മമാരൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് എൻ്റെ ആൻറ്റിയാണ്. ഇതൊക്കെ പിന്നെ അമ്മായിമാരും ചേച്ചിയൊക്കെയാണ് കേട്ടോ. അവരൊക്കെ അവിടെ ഇരുന്നിട്ട് വെളുത്തുള്ളിയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും ബാക്കി റിലേറ്റീവ്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാത്രി ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. വെറുംചോറും ചിക്കൻ കറിയും ഉപ്പേരിയും പപ്പടവും ഒക്കെ ആയിരുന്നു കേട്ടോ. ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നാ നടന്നത്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. ഇതിന്റെ കാശ് ഞാൻ തരാം. തന്നില്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് വാങ്ങിക്കും. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ 5 കൊണ്ടുവന്ന ഫേസ് പാക്ക് എടുത്ത് എല്ലാവരും മുഖത്തിട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യലായിരുന്നു പിന്നത്തെ പണി. അപ്പോൾ സമയം പോകാൻ വേണ്ടി നമ്മൾ സിറ്റ് ഔട്ടിലിരുന്ന് അന്താക്ഷരിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഫേസ് പാക്കൊക്കെ കഴുകി കളഞ്ഞ അമ്മമാരൊക്കെ കിടന്നുറങ്ങാൻ വേണ്ടി പോയിട്ടോ. അപ്പോഴാണ് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോയി ചായ കുടിച്ചാലോ എന്നൊരാഗ്രഹം വന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ വണ്ടി എടുത്തത് ആ മഞ്ചേരിയിലേക്ക് പോയിട്ടോ. മഞ്ചേരി കോട്ട് റോഡിലുള്ള ഒരു കഫേയിലാണ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോയത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ചായ കുടിക്കുന്ന സ്പോട്ടിലെത്തി. നമ്മളെല്ലാവരും ചിക്കൻ ലോലിപോപ്പും ചായയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ചു. കുറേ നേരം വർത്താനം പറഞ്ഞു. ഒരിക്കലും നടക്കാത്ത കുറേ ട്രിപ്പുകൾ പ്ലാൻ ചെയ്തു. പിന്നെ ഒരു ഐസ്ക്രീമും കൂടി കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. വീട്ടിലെത്തി കിടന്നപ്പോഴേക്കും ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ തലേ ദിവസത്തെ വിശേഷങ്ങൾ. വീട് കാഴ്ചയുടെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ, സീ യു.